പ്രൈസ് ലോർഡ്. ഹെറ്റ്മീൽ നടന്ന യൂട്യൂബ് ചാനലിലേക്കും ഫേസ്ബുക്ക് പേജിലേക്കും എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബെൻസി. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പാൽപ്പാടയിൽ നിന്നും എങ്ങനെ നെയ്യ് ഉണ്ടാക്കാം എന്നുള്ളതാണ്. ഞാൻ നേരത്തെ വീഡിയോ ഇട്ടിരുന്നു എങ്ങനെയാണ് നല്ല കട്ടിയിൽ പാൽപ്പാട നമുക്ക് പാല് കാച്ചി കഴിഞ്ഞ് എടുക്കുന്നതെന്ന്. ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർക്ക് ഇപ്പോ ഇതിന്റെ വലതുവശത്ത് മുകളിൽ ഒരു ഐ ബട്ടൺ വരും, അവിടെ ഞാൻ കൊടുത്തേക്കാം എങ്ങനെയാണ് പാൽപ്പാട കൂടുതൽ കിട്ടുന്നതെന്ന്. അപ്പൊ ഇത് അപ്രകാരം ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന പാടയാണ്. ഇതിട്ട ശേഷം തീ ഞാൻ കൂട്ടി തന്നെ ഇട്ടേക്കുന്നേ. ഇത് ഓരോ ദിവസവും പാൽപ്പാട എടുത്ത ശേഷം ഞാൻ ഈ പാത്രം ഫ്രീസറിലാണ് വെച്ചിരുന്നേ. പിന്നെ ഇന്ന് രാവിലെ ഫ്രീസറിൽ നിന്നും മാറ്റി ഫ്രിഡ്ജിൽ വെച്ചു. ഇപ്പൊ രാത്രിയാണ് ഇത് ചെയ്യുന്നത്. കാരണം ഫ്രീസറിൽ ഇരിക്കുമ്പോൾ കട്ടായിട്ടല്ലേ ഇരിക്കുന്നത്, അതൊന്ന് ലൂസ് ആവാൻ വേണ്ടിയാണ് ഫ്രിഡ്ജിൽ വെച്ചത്. ഇത് പാലിന്റെ പാട മാത്രമാ ഇത്, അല്ലാതെ ഒഴിച്ച് തൈരാക്കുക അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. തിളച്ചു തുടങ്ങി കഴിഞ്ഞാൽ കയ്യിലൊന്നും തെറിക്കാതെ സൂക്ഷിക്കണം. കഴിവതും ചുവട് കട്ടിയുള്ള പാത്രത്തിൽ തന്നെ ഇതുണ്ടാക്കാൻ ശ്രമിക്കണേ. ഇപ്പൊ അതേ സൈഡിൽ നിന്നും എണ്ണ ചെറുതായിട്ട് വരാൻ തുടങ്ങി. ഞാൻ തീ കൂട്ടിയായിരുന്നു ഇട്ടിരുന്നത്, ഇപ്പൊ ഇച്ചിരി തീ കുറച്ചിട്ടുണ്ട്. ഞാൻ ഇടയ്ക്ക് ഒരു ഇച്ചിരി നേരം ഇളക്കാതൊന്ന് മാറി നിന്നു. ഇതേ ചെറുതായിട്ട് അന്നേരം ഒന്ന് അടുക്കി പിടിച്ചതാണ്. കണ്ടോ, നമ്മൾ മേടിക്കുന്ന കവർ പാലിനേക്കാളും കൂടുതലും നെയ്യ് കിട്ടുന്നത് നാടൻ പശുവിന്റെ പാലിന്റെ പാടയിൽ നിന്ന് തന്നെയാണ്. ഇവിടെ ലൂസായിട്ടുള്ള പാല് മേടിക്കാൻ കിട്ടും. ഞാൻ അതാണ് ഇപ്പൊ മേടിക്കുന്നത്, അതിന്റെ പാടയായത്. ഇപ്പോ ഇത് നല്ലതുപോലെ മൂത്തു. ഞാനിത് ഓഫ് ചെയ്തേ. നല്ല ബ്രൗൺ കളറായി. ഇത് ലേശം ഒന്ന് തണുക്കട്ടെ, എന്നിട്ട് നമുക്ക് അരിച്ചെടുക്കാം. ഇത് ഏകദേശം തണുത്തു. ഇനി നമുക്കിത് അരിച്ചെടുക്കാം. കൂടിപ്പോയാൽ എനിക്ക് എല്ലാം കൂടി ഒരു 15 മിനിറ്റ് അത്രേ സമയം ആയിട്ടുള്ളേ. നന്നായി തന്നെ കിട്ടി, ഒത്തിരി തെറിച്ചൊന്നും പോയില്ല. അതായത് ഞാൻ പറഞ്ഞില്ലേ, എണ്ണ തെളിഞ്ഞു വരുന്ന സമയത്ത് തീ ഒന്ന് മീഡിയത്തിലോ അല്ലെങ്കിൽ ഇച്ചിരി കുറയ്ക്കുകയോ ചെയ്താൽ മതി. ഒത്തിരി കരിഞ്ഞും പോയിട്ടില്ല. ഞാൻ ഏകദേശം 2 വർഷങ്ങൾക്ക് മുമ്പേ പാൽപ്പാടയിൽ നിന്നും എങ്ങനെ നെയ്യ് ഉണ്ടാക്കാമെന്നൊരു വീഡിയോ ഇട്ടിരുന്നു. അത് ട്രൈ ചെയ്തിട്ട് പലരും അത് ട്രൈ ചെയ്ത് നല്ല റിസൾട്ട്, ഒത്തിരി പേര് അതിൽ നിന്നും നെയ്യ് ഉണ്ടാക്കിയിട്ടുണ്ട് ആ വീഡിയോ കണ്ടിട്ട്. അത് പക്ഷെ ഞാൻ ചെയ്യുന്ന മെത്തേഡ് അല്ലായിരുന്നു. എന്റെ സബ്സ്ക്രൈബേഴ്സിന് അറിയാം, ഞാൻ ആദ്യമൊക്കെ ഫോട്ടോ ഇട്ടിട്ടല്ലേ വീഡിയോ ചെയ്തോണ്ടിരുന്നേ. അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ ആയിരുന്നു ഇത്. ഇപ്പൊ കുറെ നാളായിട്ട് വിചാരിക്കുന്നു ഇതിന്റെ ഒരു വീഡിയോ നിങ്ങളെ കാണിക്കണമെന്ന്. ഇപ്പോഴാണ് എനിക്ക് പറ്റിയത്. ഏകദേശം ഒരു 2 ആഴ്ചത്തെ പാൽപ്പാടയാണ് ഇത്. അപ്പൊ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ വീട്ടിൽ പാൽപ്പാട എടുത്തിട്ട് നെയ്യ് ഉണ്ടാക്കുക. ശുദ്ധമായ നെയ്യ് നമുക്ക് വീട്ടിൽ തന്നെ കിട്ടും. ഓരോ ആഴ്ച ഇത്രയും വെച്ച് കിട്ടിയാൽ മതിയല്ലോ നമ്മുടെ യൂസിന്. കവർ പാലിൽ നിന്നും എത്രത്തോളം നെയ്യ് കിട്ടുമെന്ന് എനിക്ക് അറിയില്ല. നിങ്ങൾ ട്രൈ ചെയ്തവരുണ്ടെങ്കിൽ ദയവായി ഇവിടെ കമന്റ് ചെയ്യണേ. ഞാൻ ഇവിടെ ലൂസ് മേടിക്കാൻ കിട്ടുമെന്ന് പറഞ്ഞില്ലേ, അതാണ് മേടിക്കുന്നത്. ഇതുപോലെ അരിപ്പയിലോ അല്ലെങ്കിൽ തുണിയിലോ അരിച്ചെടുക്കാം. നിങ്ങൾക്ക് ഏതാണ് എളുപ്പമെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യാം. ഇത് വീണ്ടും ലേശം വെള്ളം കൂടി ഒഴിച്ച് ഉരുക്കിയെടുത്താൽ കുറച്ചുകൂടി നെയ്യ് കിട്ടും. പക്ഷെ ഞാനിപ്പോ അതിന് മെനക്കെടുന്നില്ല. ഇത്രയും കൊണ്ട് നിർത്തുക. നിങ്ങൾക്ക് വേണമെന്നുള്ളവർക്ക് ഇതിനകത്ത് ലേശം വെള്ളം കൂടി ഒഴിച്ച് വീണ്ടും തിളപ്പിച്ച് എടുത്താൽ ഈ നെയ്യിന്റെ കൂടെ അത് ചേർക്കണ്ട. സെപ്പറേറ്റ് വെച്ചിരുന്നാൽ നമുക്ക് ദോശ ഉണ്ടാക്കിയോ ചപ്പാത്തിക്ക് തേക്കുവോ അങ്ങനെയൊക്കെ യൂസ് ചെയ്യാം. നമ്മുടെ ശുദ്ധമായ നെയ്യ് റെഡി ആയിട്ടുണ്ട്. ഇതല്ലാതെ വേറെ ഏതെങ്കിലും മെത്തേഡിൽ നിങ്ങൾ ചെയ്യുന്നുവെങ്കിൽ അതും ഇവിടെ കമന്റ് ഇടാൻ മറക്കരുത്. അത് കമന്റ് വായിക്കുന്നവർക്ക് ഏറ്റവും ഉപകാരമായിരിക്കും. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. വീണ്ടും പുതിയ വീഡിയോയുമായി വരാം. ബൈ. ഗോഡ് ബ്ലസ് യു.